ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇല്ലമ്മ, ഞങ്ങൾ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നതാണ്. അത് അമ്മയുണ്ട്. അമ്മ പഴം തിന്നേ, പഴം പുഴുങ്ങിയത് തിന്നേ. പഴം ചോറ് കഴിച്ചു, നേരത്തെ കഴിച്ചു. പിന്നെ കൂവ കുറുക്കിയത് കൊടുത്തു. ഇപ്പോൾ പഴം അത് രാവിലെ വരെ ഉണ്ടാവും. പിന്നെ ഇന്ന് എൻ്റെ പുള്ളി വന്നിട്ടുണ്ടായി. ഇന്ന് ഞങ്ങളെ എൻ്റെ മരുവോളെ അമ്മ മരിച്ചു വരും. രാവിലെ 6 മണിക്കാണ് ഫോൺ വന്നത്. അപ്പോൾ ഇത്ര രാവിലെ ആരപ്പോൾ ഫോൺ എന്ന് അറിഞ്ഞിട്ട് നോക്കുമ്പോൾ രേഷ്മ. പിന്നെ ഞാൻ വീണ്ടും തിരിച്ചങ്ങോട്ട് വിളിച്ചപ്പോൾ അവൾ വല്യമ്മ മരിച്ചത്, അമ്മ മരിച്ചത്. അങ്ങനെ വല്യമ്മ ഉണ്ട്, ചെറുക്കുള്ളൊരു വല്യമ്മ ഉണ്ട്. അങ്ങനെ ഞാൻ കാപ്പിപ്പൊടി ഇട്ടതാണ്. ഞാൻ രാവിലെ പോയപ്പോൾ മരുവൻ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ. ഭർത്താവിൻ്റെ പെങ്ങളെ രണ്ടാമത്തെ പെങ്ങളെ മോൻ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ. അങ്ങനെ മോൻ്റെ ഒക്കെ സീത്തൻകുള്ളി വരെ ഞാൻ പോയത്. ആടുന്ന് മോൻ വന്നിട്ട് കൂട്ടിയത്. പിന്നെ അവൻ വരുമ്പോൾ എൻ്റെ മോൻ്റെ കുഞ്ഞി ആടെ ഉണ്ട്. അവരാടെ ഉണ്ടല്ലോ കുത്തിരിയിൽ. അപ്പോൾ ആടുന്ന് കുഞ്ഞ് എന്തായാലും അവരപ്പുറം പോകില്ല. അങ്ങനെ ഞാൻ കുഞ്ഞിനും കൂട്ടിയിട്ട് വന്നു. ആ കുഞ്ഞിക്ക് അയില വാങ്ങി. അയില പൊരിച്ചാൽ നമുക്ക് മണം വരുമല്ലോ. അങ്ങനെ അയില കറി വെച്ചിട്ട് എന്തൊരവസ്ഥ നിങ്ങൾ പറയണം. ഭയങ്കര വിഷമമായിപ്പോയി. മുള്ളു തൊണ്ടക്ക് ഇതായിപ്പോയി. കുഞ്ഞിരെ നല്ല ശ്രദ്ധിച്ചിട്ട് കൊടുത്തത്, എന്നാലും അങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിക്ക് വെള്ളമെല്ലാം കൊടുത്ത് അതെല്ലാം ഛർദ്ദിച്ചിട്ട് പോയി പാപ്പൻ. പിന്നെ നമ്മൾ ദോശക്ക് ചിരിക്കുന്ന ദോശ വേണം, പിന്നെ കണ്ണുള്ള ദോശ വേണം. അത് ചിരിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ചെവിയുടെ പോലെ ഇങ്ങനെ ആക്കും. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒഴിക്കില്ല, ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഒഴിച്ചിട്ട് അതാ നോക്കും ചിരിക്കുന്ന ദോശ. പിന്നെ നക്ഷത്ര ദോശ, ഇങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് കൊടുത്തു. ഭയങ്കര സന്തോഷം. പിന്നെ ചന്തയിൽ പോയപ്പോൾ ഈശ്വര കുറേ പൈസ തീർന്നു. ചന്തയിൽ പോയിട്ടുമ്പോൾ എല്ലാം വേണം, ഒന്നൊന്നും ഉണ്ടെല്ലാം. അമ്മമ്മയുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ, പേഴ്സ് നോക്കിയിട്ട് പറയും അമ്മമ്മയുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ. പിന്നെ ലോൺ എടുക്കാൻ പൈസ വെച്ചത് പേഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് പറയുന്ന അമ്മമ്മയുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ. അങ്ങനെ കുറേ ഒരു 1000 റുപ്യ തീർന്നു. പൊടി ഡ്രസ്സും വാങ്ങി, തലക്കിടുന്നതും വാങ്ങി, പിന്നെ വള വാങ്ങി, പിന്നെ റിബൺ വാങ്ങി, മാല വാങ്ങി, പിന്നെ 2-3 ക്ലിപ്പ് വാങ്ങി, പൂ പോലെയുള്ളതെല്ലാം. ഒന്നിന് 20 രൂപ. അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് പിന്നെ ഡ്രസ്സിനായി സന്തോഷമായി. പിന്നെ അവളെ കയ്യിലൊരു 100 രൂപ കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നാളെ പോകട്ടിയായിരുന്നു. നാളെ സ്കൂളിലല്ലോ, നാളെ വൈകുന്നേരം അയക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് നാളെ ഒരു ഇവരുടെ അടുത്ത് പോകാനുണ്ട്. അമ്മേരെ ബന്ധത്തിലില്ല അവരെ അവിടെ പോകാനുണ്ട്. അല്ലെങ്കിൽ ഇന്ന് നാളെയും കൂടി നിന്നിട്ട് നാളെ വൈകുന്നേരം അയക്കട്ടെ. പിന്നെന്തിപ്പാ, പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. പിന്നെ എന്നും പറയുന്നത് പോലെ, പിന്നെ പ്രായമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അടുത്താക്കിക്കോളൂ. ഞാൻ പെണ്ണുപോലെ നോക്കിക്കോളാം. നോക്കാൻ പറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ നോക്കിക്കോളാം. എൻ്റെ നമ്പർ അറിയാലോ നിങ്ങൾക്ക്, 9544732073. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ അവർ അങ്ങനെ നിലനിർത്തി ഇവിടെ കൊണ്ടുവരാം. നമ്മൾ നല്ലതിൽ നോക്കിക്കോളും. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ മോന്
ഒരാലോചന നിങ്ങളെല്ലാവരും കൂടി ശരിയാക്കി തരണം. നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങളോട് എനിക്ക് സന്തോഷം. നിങ്ങളടുത്ത് വരുമ്പോൾ എന്തോ ഒരു സന്തോഷം. അമ്മ എന്തല്ലോ പറയുന്നുണ്ട്. ലൈറ്റ് ബന്ധാക്കിട്ട് കിടക്കുന്നു പറയും. അത് ചെറിയൊരു പ്രാണീനെ കണ്ടെങ്കിൽ അതിനെ താഴെ അത് ചെവിയിൽ പോവും, കണ്ണിൽ പോവും എന്നെല്ലാം പറഞ്ഞിട്ട് അത് മേലെയുള്ളത് എനിക്ക് കിട്ടണ്ടേ. പിന്നെ ആ തോർത്തുണ്ടല്ലോ, ആ തോർത്താക്കിയിട്ട് ഇങ്ങനെ ആ പ്രാണിയുടെ മേലെ അപ്പോൾ അത് താഴെ. എനിക്കും പേടിയില്ലേ. ഭയങ്കര വേർപ്പ്, ചൂട് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ വല്ലാത്തൊരു ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് 3ാമത്തെ നിലയല്ലേ. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ചെയ്യുന്നത് ഫാനിൻ്റെ അടിയിൽ ഇരിക്കുന്നില്ലല്ലോ. ഇത് വല്ലാത്തൊരു ചൂട്. എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, അതേപോലെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഇന്ന് നമുക്ക് കയ്പക്കയും മാങ്ങയും എല്ലാം ഇട്ടിട്ടുള്ളൊരു കറി. പിന്നെ എനിക്ക് മീൻ കറി, കുഞ്ഞ് വന്നതുകൊണ്ട് മീൻ കറി വെച്ചു പറഞ്ഞു വെച്ചു. അയില, നല്ല മീല. അവർ കെണിയാക്കിയത് എന്താ പറയുക, 2 നല്ല അയില ഇട്ടു, അതിൻ്റെ ഇടയിൽ പൊട്ടയില ഇട്ടു. നമ്മൾ അത് കൂട്ടാത്ത നല്ലത്. അത് ചെറിയൊരു പ്രാണി വേർപ്പ് ഇങ്ങനെ വേർപ്പ് വരും. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷമായി നാളെ വരാം. ഓക്കെ, ബൈ ബൈ. അമ്മ ബൈ പറ. ബൈ ಹೇಳಿದ್ರೆ ಮಾತ್ರ ನಾನು ಸಾರಿ ಮಾಡು, ಅಲ್ಲಾದ್ರೆ ಮಾಡ್ಲಿಕ್ಕಿಲ್ಲ. ಬೈ ಬೈ ಮಾಡು, ಬಾಯ್ ಮಾಡು. ಒಂದು ಬಾಯ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೇಳಿ. അമ്മ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായ? എന്നെ ഒരു 5 ചത്തിച്ചല്ലോ എൻ്റെ മരിയോളെ വല്യമ്മ ചത്തിന്. അമ്മ പറയുന്നുണ്ടാ ചത്ത അജ്ജി വന്നു തോന്നുന്നു. ചത്ത അജ്ജി വന്നിട്ട് അമ്മക്ക് ടാറ്റാക്കുന്നു തോന്നുന്നു. ഓക്കെ, ബൈ ബൈ. ഈ അമ്മേരെ വർത്തനം കേട്ടെങ്കിൽ ഇന്ന് നമ്മ ഓർമ്മില്ല, ചിരിച്ച് ചത്തോളൂ. അതുകൊണ്ട് ബൈ ബൈ. നിങ്ങളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. എന്നാൽ നാളെ നോക്കിക്കോളൂ, കാണണം, വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയാണ്. വേർപ്പ് വേണ്ട, വേർപ്പ് ഇങ്ങനെ ഉണ്ട്. വേർപ്പ് ഫാൻ തിരി നിന്നാല് വേർപ്പ് തോർത്തുണ്ട്. തുടക്കുമ്പോൾ ഭയങ്കര ചോപ്പ് വരും. ടിഷ്യൂ പേപ്പറിനോട് ഇത് എടുക്കണം. അത് പിന്നെ ചൂട് പറ്റുന്നില്ല.